കഴിഞ്ഞ രാത്രി ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണങ്ങൾ ക്ലസ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നതായിരുന്നു എന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നുണ്ട്. അഥവാ ഒരു വാർഹെഡ് മിസൈലിനെ അവിടെ ടെൽ ഹവീവിലോ അല്ലെങ്കിൽ ഇസ്രായേലി നഗരങ്ങളിൽ എത്തുമ്പോൾ അത് വ്യത്യസ്തമായ പല മിസൈലുകളായി രൂപാന്തരപ്പെടുകയും അങ്ങനെ അത് വലിയ ഒരു ആക്രമണം നടത്തുന്ന ഒരു രീതി, ആ പ്രദേശമൊന്നാകെ ഭസ്മമാക്കുന്ന ആക്രമണങ്ങൾ നടത്താൻ ഇത്തരം ക്ലസ്റ്റർ വാർഹെഡ് മിസൈലുകൾ കൊണ്ട് കഴിയുന്നു എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അപ്പോൾ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ അതിൻ്റെ രണ്ടാം ദിശയിലേക്ക് കടക്കുകയാണ്. ആദ്യം ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി പരിമിതമായ മിസൈൽ ആക്രമണങ്ങളും ഡ്രോണുകളുമാണ് ഉപയോഗിച്ചതെങ്കിൽ ഇപ്പോൾ അത് കുറച്ചും കൂടി ഗൗരവതരമായ ആയുധങ്ങളിലേക്ക്, ബാലിസ്റ്റിക്കിനപ്പുറം, ക്രൂയിസിനപ്പുറമുള്ള ഈ ഒരു മിസൈൽ സിസ്റ്റത്തിലേക്ക് ഇറാൻ മാറിയിരിക്കുന്നു എന്നതാണ്. ഇസ്രായേലിൽ ഭയാശങ്ക നിറക്കുന്ന ദിവസങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ഒരു 3 വർഷമായി ഹമാസുമായിട്ടുള്ള കരയുദ്ധം, പിന്നീട് ഹിസ്ബുള്ളയും ഹൂത്തികളും ഒക്കെ ആയിട്ട് നടക്കുന്ന സംഘർഷങ്ങൾ, ഇപ്പോൾ ഇറാനിൽ നിന്നും ഉണ്ടാകുന്ന ഈ വലിയ ആക്രമണങ്ങൾ എന്നുള്ളത് നിരന്തരമായി ഷെൽട്ടറുകളിൽ അഭയം തേടേണ്ട ഒരവസ്ഥ അവിടുത്തെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നു. ഈ ഇന്റർസെപ്റ്റുകൾ ഉപയോഗിച്ച് പലപ്പോഴും മിസൈലുകൾ തകർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും എല്ലാ മിസൈലുകളും തകർക്കപ്പെടുന്നില്ല. നിലവിൽ 1000-ൽ കൂടുതൽ ആളുകൾ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നു എന്നാണ് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് പറയുന്നത്. ഔദ്യോഗിക കണക്ക് എന്നുള്ളത് ഇസ്രായേലിൻ്റെ കണക്കൊക്കെ നമുക്ക് പലപ്പോഴും അറിയാവുന്ന കാര്യമാണ്. വളരെ കുറച്ച് കാണിക്കുക എന്നുള്ളത് അവരുടെ യുദ്ധത്തിലെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. പിന്നീട് അവർ പറയുന്നത് 10-11 പേരോ മറ്റോ ആണ് ഇതുവരെയുള്ള ഇറാനിയൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നതാണ്. ഇതും അവർ ഔദ്യോഗികമായിട്ട് പറയുന്ന കണക്കാണ്. അപ്പോൾ ഈ കണക്കുകൾ വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇറാന്റെ ആക്രമണങ്ങൾ ഇസ്രായേലിലെങ്ങും പരിഭ്രാന്തി സൃഷ്ടിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണങ്ങൾ തുടരുന്നുണ്ട്. അത് മറ്റൊരു കാര്യമാണ്. അവിടെ ഒരു കരയുദ്ധത്തിന്റെ ഒരു പശ്ചാത്തലം ലെബനനിൽ ഉണ്ടായിരിക്കുന്നു. ഇസ്രായേൽ അവിടെ കടന്നു കയറിക്കൊണ്ടുള്ള നേരിട്ട് ഹിസ്ബുള്ളയുമായി വീണ്ടും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ സൈനികർക്കാണ് പരിക്കുകളും മരണങ്ങളും ഉണ്ടാക്കുന്നതെങ്കിൽ മറുഭാഗത്ത് ഇറാന്റെ മിസൈലുകളാണ് ആക്രമണങ്ങൾ നടത്തുന്നത്. എങ്കിലും ഈ ആക്രമണത്തിന്റെ നേതൃത്വം എന്നുള്ളത് IRGC തന്നെയാണ്. ഇസ്ലാമിക് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് തന്നെയാണ് നേതൃത്വം നൽകുന്നത്. വ്യത്യസ്ത ദിശകളിൽ നിന്നുള്ള ഈ ആക്രമണങ്ങൾ ഒരേ സമയം ഇസ്രായേൽ നേരിടേണ്ടി വരുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് ഇറാഖിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പും യുദ്ധമുഖത്തുണ്ട് എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ടെൽ അവീവിലേക്കും അല്ലെങ്കിൽ ഹൈഫയിലേക്കും ഒക്കെ നടത്തുന്ന ആക്രമണങ്ങൾ പുതിയ ബാലിസ്റ്റിക് മിസൈലിനപ്പുറമുള്ള മറ്റു മിസൈൽ സാങ്കേതിക വിദ്യകൾ ഇറാൻ ഉപയോഗപ്പെടുത്തുന്നു. ഇനിയും നൂതനമായ ആയുധങ്ങൾ തങ്ങളുടെ കയ്യിലുണ്ട്. ഇതുവരെ ഉപയോഗിക്കാത്ത തരത്തിലുള്ള ആയുധങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഉപയോഗിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇസ്രായേൽ വളരെ വലിയൊരു പ്രതിസന്ധിയിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ പോവുകയാണ്. തിരിച്ച് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ എന്നുള്ളത് അത് ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ ഇറാനിൽ വലിയ ആക്രമണങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് നിഷ്പ്രയാസം മറികടക്കാൻ സാധിക്കും. ഇന്ന് ഒരു CNN ഒരു മാധ്യമ പ്രവർത്തകനെ ഇറാൻ വിസ നിർദ്ദേശിച്ച് അദ്ദേഹം അവിടെ പോയി കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് ലോകത്തിന് അറിയിക്കുന്നുണ്ട്. ഇറാനിൽ കാര്യങ്ങളൊക്കെ ഈസിയായി നടക്കുന്നുണ്ട്. അവിടെ മാർക്കറ്റുകൾ ഓപ്പണാണ്, പെട്രോൾ പമ്പുകൾ ഓപ്പണാണ്, ജനജീവിതം സാധാരണ പോലെ തന്നെ നടക്കുന്നുണ്ട്. യുദ്ധമൊന്നും അവരെ ബാധിച്ചിട്ടേ ഇല്ല. അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ഭക്ഷ്യക്ഷാമവും മറ്റോ അനുഭവപ്പെടുന്നില്ല എന്നാണ് CNN ലേഖകൻ തന്നെ അവിടെ പോയിട്ട് പറയുന്നത്. അപ്പോൾ ഇറാൻ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഈ യുദ്ധത്തെ ഇറാന് എളുപ്പത്തിൽ അതിജീവിക്കാൻ സാധിക്കും. ഒരുപാട് യുദ്ധങ്ങൾ, ഒരുപാട് അവരുടേതായ കാലഘട്ടത്തിലെ പ്രതിസന്ധികളൊക്കെ അഭിമുഖീകരിച്ച് കഴിഞ്ഞവരാണ് ഇറാനിയൻ ജനത എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഇച്ഛാശക്തി അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നിരന്തരമായ ഉപരോധങ്ങൾ മൂലം കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാവിധ പ്രതിസന്ധിയെയും നേരിട്ട ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം ഇറാനിയൻ റവല്യൂഷൻ ഉണ്ടായതിനു ശേഷം നേരിട്ട് ഇറാഖുമായി 10 വർഷത്തെ യുദ്ധമൊക്കെ ചെയ്ത് ശീലിച്ച ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊരു പ്രശ്നമേ അല്ല. അവർ ഇതിനെയൊക്കെ അതിജീവിക്കാൻ പ്രാപ്തരായ ഒരു ജനസമൂഹമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ കേവലമായ വ്യോമാക്രമണങ്ങൾ കൊണ്ട് ലക്ഷ്യം നേടുക എന്നുള്ളത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും സാധിക്കാത്ത കാര്യമാണ്. മറ്റൊന്ന്, അവിടെ ഇനി വിഭവ പ്രതിസന്ധിയോ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദശകങ്ങളായി അവർ നേരിടുന്ന പ്രതിസന്ധിയാണ്. അതിലൊരു പുതുമയുമില്ല. മറ്റു അവരുടെ ഭക്ഷ്യവസ്തുക്കൾ, എണ്ണ,
മറ്റുള്ള അവരുടെ വിഭവങ്ങൾ, ഇതൊക്കെ ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ തന്നെയുണ്ട്. ഇത്തരം പ്രതിസന്ധിയൊന്നും ഇറാനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നില്ല. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നിരന്തരമായ ഈ യുദ്ധമുഖത്ത് ഏർപ്പെടേണ്ടി വരികയും ഇത് ആക്രമണങ്ങൾ മാസങ്ങളോളം നീണ്ടുകയും ചെയ്താൽ അത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങളിൽ ജനങ്ങൾ നിരന്തരമായി ബങ്കറുകളിൽ അഭയം തേടി അവിടെ തന്നെ അവരുടെ വീട്ടിലെ കിടക്കയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ബെഡൊക്കെ കൊണ്ടുപോയി അവിടെ തന്നെ ഫാനൊക്കെ സ്ഥാപിച്ച് കിടന്നുറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത്തരം ദൃശ്യങ്ങളൊക്കെ ഇസ്രായേലിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അപ്പം നിരന്തരമായി ബങ്കറുകളിൽ തന്നെ അഭയം തേടേണ്ട ഒരു അവസ്ഥ ഒരു ജനസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമാണ്. അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇല്ലാതാവുകയും നിരന്തരമായ സൈറണുകൾ മുഴുവന്നു, ഫോണുകളിൽ നിരന്തരമായ അൽറാമുകൾ വരുന്നു. ഈ ഈ ഒരു ആക്രമണം കൊണ്ട് ഇത്തരം ഒരു പ്രശ്നങ്ങളും കൂടിയുണ്ട്. നമ്മൾ ഗൾഫിലുള്ള ആളുകളോടൊക്കെ ചോദിച്ചാൽ അവർ പറയുന്നുണ്ട്, നിരന്തരമായ ഈ സൈറണുകൾ മൂലം ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട് എന്ന്. അത് തന്നെയാണ് ഇസ്രായേലിനും അഭിമുഖീകരിക്കുന്നത്. ഈ യുദ്ധത്തിൽ ഇപ്പോഴുള്ള നിലവിലുള്ള ഇത്രയും ദിവസത്തെ സ്ട്രാറ്റജി പരിശോധിക്കുമ്പോൾ ഇറാന് ഒരു മുൻതൂക്കം ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇസ്രായേലും അമേരിക്കയും ഇപ്പോഴും യുദ്ധത്തിൽ ബാക്ക് ഫുട്ടിലാണ്.